അപ്രതീക്ഷിതമായ പരാജയമാണ് LDFന് ഉണ്ടായിട്ടുള്ളത്. അതെൻ്റെ ഗോവിന്ദ മാഷേ, ഈ പാർട്ടിയെ ഒരല്പെങ്കിലും സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഈ പരാജയം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. എന്നാൽ ചിലർക്ക് ഇതൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു കേട്ടോ. എവിടെ ആ തളിപ്പറമ്പിൽ നമ്മളൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയല്ലോ, അതോടുകൂടി പലരും പ്രതീക്ഷിച്ചിരുന്നു ഇത് തകർന്നടിയാൻ പോകുന്നു എന്ന്. പക്ഷെ മാഷക്ക് മനസ്സിലായില്ല. പാവം ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന എന്തു വന്നാലും ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന സാധാരണ പ്രവർത്തകർക്കും പലർക്കും മനസ്സിലായില്ല മാഷേ. കാരണം ഇത് പാർട്ടിയല്ലേ, മഹത്തായ പാർട്ടിയല്ലേ, എന്തെല്ലാം പ്രതിസന്ധികളെ അതിജീവിച്ചിരുന്നു, അതിനെല്ലാം മറികടന്ന പാർട്ടിയല്ലേ എന്നവർ വിചാരിച്ചു. നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ ആഗ്രഹിച്ചു ഒരു നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ഈ മൂന്നാം പിണറായി സർക്കാർ വരും, ഈ പാവങ്ങളുടെ ഒരു സർക്കാരല്ലേ, ഇത് തുടരേണ്ടതില്ലേ എന്നവർ വല്ലാതെ ആഗ്രഹിച്ചു പോയി. 99 വേണ്ട, ഒരു 72 എന്നൊരു മാന്ത്രിക സംഖ്യയെങ്കിലും, ഒന്നുമില്ലെങ്കിൽ 71 എന്നൊരു സംഖ്യയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വളരെ പാവപ്പെട്ടവരാഗ്രഹിച്ചു. പക്ഷെ ആ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തോടുകൂടി കണ്ണൂർ എന്ന ചെങ്കോട്ട പൊളിയാൻ പോകുന്നു എന്ന് അവിടുത്തെ പല നേതാക്കൾക്കും മനസ്സിലായിരുന്നു. പക്ഷെ നിങ്ങളോട് പറയാനുള്ള ധൈര്യം അവർ കാണിച്ചില്ല. അവരത് ഏപ്രിൽ 9 ചെന്ന് ആ വിരലമർത്തുമല്ലോ, അതിലൂടെ നിങ്ങളോട് പറഞ്ഞു. എന്തായാലും ഗോവിന്ദ മാഷ് വലിയ താത്വികാചാര്യനാണ്, പാർട്ടി ക്ലാസ് ഒക്കെ എടുത്ത് പരിചയമുള്ള ആളാണ്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് ഒക്കെ ചേർന്ന് ഗംഭീരമായി വിശകലനം ചെയ്ത് ഈ വൻ പരാജയത്തിന്റെ കാരണം വല്ലതും കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമാണല്ലോ. ചെറിയൊരു പരാജയമൊക്കെ ആയിരുന്നെങ്കിൽ കാരണം കണ്ടെത്താൻ എളുപ്പമായിരുന്നു. ഒരു 10 വർഷം തുടർന്ന് ഭരിച്ച് ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പരാജയമാണ്. ഒരു 30 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു 60 സീറ്റിന് താഴെ പോയ ചരിത്രമൊന്നുമില്ല. ഏറ്റവും മോശമായി 2011 പോലും 68ഓളം സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-30 കൊല്ലത്തിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഒരു 10-40 വയസ്സായ മനുഷ്യർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ പാർട്ടിക്ക് വരുമെന്നുള്ളത് അവർക്ക് ഓർക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല. പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഇത് സഹിക്കാനേ പറ്റില്ല മാഷേ. അപ്പോൾ യഥാർത്ഥത്തിൽ കാരണം എന്തായിരിക്കും എന്നുള്ളതിന് എന്താണ് പിന്നെ സെക്രട്ടേറിയറ്റ് കണ്ടെത്തിയിട്ടുണ്ടാവുക? അതിനുണ്ടായ വിവിധ കാര്യങ്ങൾ, വിവിധ ഘടകങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ഞങ്ങൾ സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളും വിവിധ തരത്തിലുള്ള പ്രചാരവേലകൾ നമുക്കെതിരായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇതിന് ഇടയായിട്ടുണ്ട് എന്നാണ് പാർട്ടി പ്രാഥമികമായിട്ട് കാണുന്നത്. അല്ല ഗോവിന്ദ മാഷേ, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോഴും ഇതന്നെയാണല്ലോ പറഞ്ഞത്. അതേ കാരണങ്ങളാണോ ഇപ്പോഴും കണ്ടെത്തിയിട്ടുള്ളത്? അന്ന് പാഠങ്ങളൊന്നും ആ തോൽവിയിൽ നിന്നും ഒന്നും പഠിച്ചില്ലേ മാഷേ? ശരി മാഷേ, പറയൂ, ബാക്കിയും കൂടെ കേൾക്കട്ടെ. ഇത് സംബന്ധിച്ച് CPM പാർട്ടിയുടെ പ്രവർത്തകരെയും പാർട്ടി ഘടകങ്ങളെയും LDFിലെ ഘടകകക്ഷികളെയും ജനങ്ങളെ ആകെയും വിശ്വാസത്തിലെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തിരിച്ചടിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പരിശോധനയും നിലപാടുകളും. അപ്പൊ ഇത്രയും കാലം ഇതൊന്നും ഉണ്ടായിരുന്നില്ല പാർട്ടിയിൽ. നിങ്ങൾ മേലാളന്മാര് താഴേക്ക് പറയുന്നത് താഴേക്കടയിലുള്ള പാർട്ടി പ്രവർത്തകർ കേൾക്കുക മാത്രമേ ചെയ്തുള്ളൂ, അവർ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ല എന്നുള്ളതല്ലേ? അതിനുണ്ട് മാഷേ, എല്ലാം ഉണ്ട്. നിങ്ങൾ അവർ പറഞ്ഞതൊന്നും കേട്ടില്ല. ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർ പറയുന്നതൊന്നും നിങ്ങൾ നേതാക്കൾ ഇത്രയും കാലം കേട്ടില്ല എന്നാണല്ലോ പറയുന്നത്. അത് ഇനി നിങ്ങൾ തിരിച്ച് താഴെക്കടയിലുള്ള ജനങ്ങളുമായി അവർ പറയുന്നത് കേൾക്കാൻ പോകണമെന്നല്ലേ? വളരെ നല്ലത് മാഷേ, സദ്ബുദ്ധി ഉദിച്ചെങ്കിൽ വളരെ നന്നായി. നോക്കുന്നു ഗോവിന്ദ മാഷെ പോലെയുള്ള നേതാക്കളെ ഈ AKG സെൻറ്ററിലുള്ള AC മുറികളിലും പിന്നെ കുറേ പേരെ ഈ മന്ദിരങ്ങളിലൊക്കെ സുഖമായി കഴിഞ്ഞ 10 വർഷം വാഴിക്കാൻ വേണ്ടി ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വർക്ക് ചെയ്ത കുറേ മനുഷ്യരുണ്ടായിരുന്നു. കുറേ മനുഷ്യർ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക്, അവർക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ഓടി നടന്ന് ഈ പാർട്ടി വളരണം, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, നെഞ്ചാണ് കരളാണെന്നൊക്കെ പറഞ്ഞ മനുഷ്യരായിരുന്നു.
അവർ വീണ്ടും നിങ്ങൾക്ക് ഒരു 5 വർഷം ഈ സുഖജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരാളിപ്പോൾ നിങ്ങളുടെ ഈ പരാജയത്തിലും മനസ്സിന് ആശ്വാസം കൊടുത്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പാവം കരഞ്ഞു തീർക്കുകയാണ്. അങ്ങനെ ഒരാൾ എഴുതിയത്, നെഞ്ചത്ത് തട്ടിയത് ഞാനൊന്ന് മാഷക്ക് വായിച്ചു തരാം. മാഷ് സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കേൾക്കുകയാണെങ്കിൽ ഇതൊന്ന് കേൾക്കണം. അതിങ്ങനെയാണ്: അന്നേ തലയ്ക്ക് വെളിവുള്ളവർ എല്ലാം പറഞ്ഞു, ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് പണിക്ക് പോകരുത്. അനാവശ്യ ഇടപാടാണ്. 100 ഏക്കർ സ്ഥലവും ഓരോ ബോയിങ് വിമാനം വീതം കൊടുത്താലും 2 ദിവസം കഴിയുമ്പോൾ പറയും ഓരോ ബെൻസ് കാർ കൂടി തന്നില്ലോ എന്ന്. വർഗം മല്ലു ആണെന്ന് സർക്കാർ എത്ര കണ്ടാലും പഠിക്കില്ല. മല്ലു എന്ന് പറഞ്ഞാൽ മലയാളീസിനെയാണ്. മലയാളിയല്ലേ എന്നാണ് ചോദിക്കുന്നത്. 100 കണക്കിന് വർഷങ്ങളായി വെള്ളം കയറുന്ന ചെല്ലാനത്തിന് വേണ്ടി 75 വർഷം ഇന്ത്യ ഭരിച്ചിട്ടും കോൺഗ്രസ് ഒന്നും ചെയ്തില്ല. ഒടുവിൽ LDF 1000 കോടി മുടക്കി ചെല്ലാനത്ത് വമ്പൻ കടൽഭിത്തി ഉണ്ടാക്കി. അതിൻ്റെ നേട്ടം കിട്ടിയവർ പള്ളിമുറ്റത്ത് യോഗം ചേർന്ന് തീരുമാനിച്ചു, 1000 കോടി മുടക്കിയെങ്കിൽ അത് പിണറായി വീട്ടിൽ നിന്നും കൊണ്ടുവന്നതല്ലല്ലോ എന്ന്. അതിനാൽ നമുക്ക് UDFന് വോട്ട് ചെയ്യാം. പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും അവിടെ ഇടതുപക്ഷത്തിന് കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. ചെല്ലാനവും വയനാടും 2 തരം മതവർഗീയ കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. 60 ലക്ഷം പേർക്ക് പെൻഷൻ. സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ? മാസം 1000 കോടി വീതം, വർഷം 12,000 കോടി. എന്തെല്ലാം വമ്പൻ പദ്ധതികൾ! വ്യവസായങ്ങൾ തുടങ്ങാമായിരുന്നു. ഒരു മാസം 1000 കോടിയുടെ ഒരു വ്യവസായം വീതം തുടങ്ങാം. ഒരു സർക്കാരിന് 5 വർഷം 1000 കോടി വീതം മുടക്കുള്ള 60 വ്യവസായങ്ങൾ ഇവിടെ തുടങ്ങാമായിരുന്നു. ആ പണം വെറുതെ വലിയ വീടും കാറും സ്ഥലവും ഉള്ളവർക്ക് സൗജന്യമായി കൊടുക്കുന്നു. ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ മാഷേ? പല സമ്പന്നരും ഈ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് എന്നാണ് ഈ നിങ്ങളെ സ്നേഹിക്കുന്ന ഈ മനുഷ്യൻ സൂചിപ്പിച്ചത്. പെൻഷൻ ആവശ്യമുള്ള വെറും 5 ലക്ഷം പേരെ കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ. ബാക്കി 55 ലക്ഷം പേർക്ക് കൊടുക്കുന്ന പണം വേസ്റ്റാണ്, ധൂർത്താണ്. വയനാട് വീട്, ചെല്ലാനം കടൽഭിത്തി, ഹൈടെക് സ്കൂള്, ഹൈടെക് ആശുപത്രി, അടിപൊളി റോഡ്, പൊതിച്ചോറ്. DYFI കൊടുക്കുന്ന പൊതിച്ചോറിനെ പറ്റിയാ പറയണേ. ഈ ആസ്പത്രിയിലൊക്കെ ചെന്ന് പാവങ്ങളുടെ വീട്ടിൽ നിന്ന് ഡെയിലി രാവിലെ വാങ്ങിയിട്ട് ഈ ആസ്പത്രിയിലൊക്കെ വിതരണം ചെയ്തു. ആ ശാപ്പാട് വാങ്ങിക്കഴിച്ചിട്ട് വോട്ടെല്ലാം കോൺഗ്രസിന് ചെയ്തതിനെ പറ്റി സങ്കടപ്പെടുന്ന ഒരു ഇടതുപക്ഷ അനുഭാവിയുടെ കുറിപ്പാണ് ഇപ്പം ഞാൻ വായിക്കുന്നത്. 60 ലക്ഷം പേർക്ക് പെൻഷൻ എല്ലാം കൊടുത്തിട്ട് ഇപ്പോൾ LDFന് ആനമുട്ട പുഴുങ്ങിയത് കിട്ടിയില്ലേ? വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി 351 കോടി കോൺഗ്രസ് വിരിച്ചു മുക്കി. പിന്നെ ചില വാക്കുകൾ പറയുന്നുണ്ട്, അതിവിടെ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. ദൂർത്തടിച്ച കോൺഗ്രസ് ആർക്കും വേണ്ടി ഒരു നാരങ്ങാ മിഠായി പോലും കൊടുത്തില്ല. 1 കോടി വില വരുന്ന വീടും മറ്റും സാമഗ്രികളും കൊടുത്ത LDFന് വോട്ടില്ല. ഇനിയെങ്കിലും പാത്രം അറിഞ്ഞു വിളമ്പാൻ LDF പഠിക്കുക. ആ പൊതിച്ചോർ വിതരണം ഒക്കെ ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കണം. വോട്ട് കിട്ടിയവർ വീട് കയറി ഇറങ്ങി ചോറ് കളക്ട് ചെയ്ത് വിതരണം ചെയ്യട്ടെ. ഈ ജയിച്ചവരങ്ങ് വിതരണം ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അവനവന് ജോലി ചെയ്ത് സമ്പാദിക്കാവുന്ന നേരത്ത് അതിരാവിലെ വീടുകൾ തെണ്ടി വണ്ടി പിടിച്ച് കൊണ്ടുപോയി വിതരണം. ദിവസം 1200 രൂപ ദിവസക്കൂലി കിട്ടുന്നത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ കരതെണ്ടിയുള്ള ജനസേവനം. DYFIക്കാർ പൊതിച്ചോർ കളക്ട് ചെയ്യാൻ ഓടുമ്പോൾ കോൺഗ്രസ്സുകാരും ലീഗുകാരും കോച്ചിങ് സെന്ററുകളിൽ പോയി പഠിച്ച് വിദേശത്തൊക്കെ പോയി നല്ല പണം സമ്പാദിച്ച് ജോലി സമ്പാദിച്ച് കഴിയുന്നു. അവനവൻ്റെ ഭാവി നോക്കാതെ യാതൊരു കാര്യഗുണവും ഇല്ലാത്ത ഈ പൊതുസേവനം പണി ഇനിയെങ്കിലും നിർത്തി യുവാക്കൾ സ്വന്തം ഭാവി കാര്യം നോക്കണം. മക്കളൊക്കെ യൂറോപ്പിലും കാനഡയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഗൾഫിലും ആണെന്ന വീരവാദം പറഞ്ഞ് നടക്കുന്നവർ മാസാമാസം ഈ സർക്കാർ കൊടുക്കുന്ന 2000 രൂപ വാങ്ങുന്നവരുമുണ്ട്. 18 മാസം കോൺഗ്രസ് കൊടുക്കാതിരുന്നിട്ടും ഈ പെൻഷൻ കൊടുക്കാതിരുന്നിട്ടും വോട്ട് കോൺഗ്രസിന് കൊടുത്തു. പിരിച്ചു കൊള്ളയടിച്ച് നടക്കുന്ന കോൺഗ്രസ് ആണ് കേരളത്തിൽ ശരി എന്നതുകൊണ്ട് അവനവന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. നീട്ടിപ്പാടുക നന്ദിയുള്ള ലോകമേ. ഇത് നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകന്റെ ഒരു ചെറിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ. അത് ഹൃദയത്തിൽ തട്ടുന്നതാണ്. നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ജനം അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ അതല്ലാത്ത എന്തോ ഈ ജനങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയാനായിട്ടുണ്ട് മാഷേ. അതിൽ ഒന്നായിരിക്കാം നേരത്തെ ഈ കണ്ണൂരിലെ തളിപ്പറമ്പിലൊക്കെ പറഞ്ഞത്. അതൊരു പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. നല്ല വാക്കുകൾ പറയാൻ കഴിയാത്തത് വീട്ടിൽ പോയി ചോദിക്കുക എന്ന് സ്വന്തം പാർട്ടി പ്രവർത്തകനോട് തന്നെ പറയുന്നൊരു മുഖ്യമന്ത്രിയുടെ
വാക്കുകളും ഒരുപക്ഷെ ഇതിനപ്പുറം ജനത്തെ വേദനിപ്പിച്ചിരിക്കാം. അതുകൊണ്ട് നിങ്ങളൊരു പാഠം പഠിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം ഇത്രയും വലിയൊരു തോൽവി നിങ്ങൾക്ക് തന്നത്. ചെറിയ തോൽവിയായിരുന്നു നിങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ നിങ്ങൾ തിരുത്താനേ മെനക്കെടില്ലായിരുന്നു. സാധാരണ ബൂത്ത് കണക്കിലെ വോട്ടുകൾ തേടി എവിടെയാണ് കുറവുകൾ വന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടുത്തെ തൽക്കാലത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നിങ്ങൾ അടുത്ത തവണ അധികാരത്തിൽ വരാൻ നോക്കും. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല. അത് നടക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം മാഷ് പറഞ്ഞ ആ പരിപാടി ഉണ്ടല്ലോ, താഴെക്കെട്ടിലേക്ക് ഞങ്ങൾ പോയി അന്വേഷിക്കും, താഴെത്തട്ടിലേക്ക് പോയി ഞങ്ങൾ അന്വേഷിക്കും, അവർ പറയുന്നത് കേട്ട് ഞങ്ങൾ തിരുത്തും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ നൽബുദ്ധി ഉദിക്കുമെങ്കിൽ വളരെ നല്ലത്. അതില്ലാതായിട്ട് കാലം കുറയായി ജനങ്ങൾ നിങ്ങളെ വന്ന് കാണുമ്പോൾ ധിക്കാരപരമായി സംസാരിക്കുന്ന ഒരു നേതാവ് നിങ്ങളുടെ സെക്രട്ടേറിയറ്റിലുള്ളതും നേരിട്ട് അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നാൽ ബുദ്ധിമുട്ടാകില്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പുച്ഛിച്ച് ചിരിച്ചത് ഇന്നും മനസ്സിലുണ്ട്. അത് മായില്ല. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മാഷേ. അതുകൊണ്ട് നേരാവട്ടെ, സൽബുദ്ധി വരട്ടെ. ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് കേരളത്തിൻ്റെ മതേതര കേരളത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് മതേതര കേരളത്തിൻ്റെ ഒരു ഏകീകരണവുമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വെറുതെ ഒരു ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ല മാഷേ. ഇതിന് തല പുകച്ച് അന്വേഷിച്ച് നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ മണിക്കൂറുകൾ ഇരിക്കേണ്ട കാര്യമില്ല. 5 മിനിറ്റ് കാര്യങ്ങൾ മനസ്സിലാവും. അതാരും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് മാഷാണ്. മാഷ് മനസ്സിലാക്കിയാൽ പിന്നെ അത് പാർട്ടി മനസ്സിലാക്കും. പാർട്ടി മനസ്സിലാക്കിയാൽ പിന്നെ മറ്റു നേതാക്കളും മനസ്സിലാക്കും. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.